നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അർച്ചന, എടോ എന്തു പറ്റിയെന്ന്? നമ്മുടെ മോളെ ആരോ വേണ്ടടാ വേണ്ട. ഇതാ ഞാൻ എടുത്തോളാം. ഓ ഓ ആ കരയല്ലേ മോളെ, കരയല്ലേ. ഓ ഓ ഒരു 4-5 മണിക്കൂറെങ്കിലും കുഞ്ഞിനെ ഇൻക്യുബേറ്ററിൽ വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. ബ്രീത്തിങ് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാ. കുഞ്ഞിനെ ഇങ്ങ് തന്നേക്കും. ഞാൻ നോക്കിക്കോളാം. ഓക്കെ സിസ്റ്റർ. നീ ഇതിലൊന്നും ഇങ്ങനെ വിഷമിക്കണ്ട. കുറച്ചു ദിവസം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവന്ന് കിടത്തുക എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പോസിബിളായ കാര്യമല്ല കേട്ടോ. അത് നോക്കണം. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. സന്ദീപ്, മോളെവിടെ? ഇത്രയും നേരം കരച്ചിലായിരുന്നു. കരച്ചിൽ നിർത്താത്തോണ്ട് അമ്മ ഡോക്ടറെ വിളിച്ചോണ്ട് വന്നു. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടെന്നും 4-5 മണിക്കൂർ ഇൻക്യുബേറ്ററിൽ വെക്കണമെന്നും പറഞ്ഞ് നഴ്സ് കുഞ്ഞിനെ വാങ്ങിച്ചോണ്ട് പോയി. സന്ദീപ്, ഒന്ന് അവിടെ വരെ പോയി നോക്കൂ. അവളാണെങ്കിൽ കരച്ചിൽ നിർത്തിയിട്ടുമില്ല. ഒന്ന് പോയി നോക്കൂ. ഞാൻ പോയി നോക്കാം.
സിസ്റ്ററെ അല്ല സിസ്റ്ററെ, എത്ര സമയം കുഞ്ഞിനോട് വെക്കേണ്ടി വരും? ഒരു 4-5 മണിക്കൂർ വെക്കേണ്ടി വരുന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോ രാവിലെ ആവുമല്ലേ? ആ ആവും. ആ പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് അലോഡല്ല, പ്ലീസ്. സോറി. എനിക്കെന്ത് പറ്റി? അർച്ചന, എടോ എന്തു പറ്റിയെന്ന്? നമ്മുടെ മോളെ ആരോ. താൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് പേടിച്ചോ? എപ്പോഴും കുഞ്ഞിനെ പറ്റി ആലോചിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടാ അങ്ങനെയുള്ള സ്വപ്നം കാണുന്നേ. നമുക്ക് നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയി മോളെ കാണാം. താനിപ്പോ സമാധാനമായിട്ട് കിടക്ക്. ആതിരെ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കട്ടെ സച്ചേട്ടാ. ഈ സമയത്തോ? സമയം എത്രയെന്ന് തനിക്കറിയോ? താനൊരു സ്വപ്നം കണ്ടതിന് അവരെ കൂടെ വിളിച്ച് അവരുടെ ഉറക്കം കളയണ്ട. താൻ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നമുക്ക് രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കുഞ്ഞിനെ കാണാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.